നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുഎഇയിൽ സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. ഗ്രാമിന് 314 ദിർഹം. മിന കേളി ഫുട്ബോൾ ട്രോഫി പ്രകാശനം ചെയ്തു. 15,000 പേർക്ക് തൊഴിൽ നൽകാൻ എമിറേറ്റ്സ്. ഖത്തറിൽ നിന്നുള്ള ഹജ്ജ് യാത്രക്കാരുടെ രജിസ്ട്രേഷൻ നാളെ തുടങ്ങും. ശ്രവണ സഹായ പദ്ധതിയുമായി ദുബായ്. കേട്ടറിഞ്ഞ 130 കുഞ്ഞുങ്ങൾ. ഗൾഫ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി സാധ്യത തേടി ഉന്നത യോഗം. ദുബായിൽ ജോലിക്ക് പോയി ചതിയിൽപ്പെട്ട മ്യാൻമറിൽ കുടുങ്ങി. ജയിൽവാസത്തിനൊടുവിൽ മലയാളി യുവാക്കൾ നാട്ടിലെത്തി. യുഎഇയിൽ സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. ഗ്രാമിന് 314 ദിർഹം. അമേരിക്കയിലെ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതോടെ സ്വർണം മുന്നേറ്റം തുടരുന്നു. ഇന്നലെ സ്വർണ്ണ വിപണി ഇതുവരെ കാണാത്ത വിലക്കയറ്റത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. 24 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 300 ദിർഹം എന്ന റെക്കോർഡ് പഴങ്കഥയായി. ഇന്നലെ വ്യാപാരം അവസാനിക്കുമ്പോൾ ഗ്രാമിന് 314 ദിർഹമാണ് 7,159 രൂപ വില. ഏതാനും ആഴ്ചകളായി 300 ദിർഹത്തിന് മുകളിലാണ് വില. മലയാളികൾ പൊതുവെ ഉപയോഗിക്കുന്ന 22 ക്യാരറ്റ് സ്വർണവും സർവകാല റെക്കോർഡുകൾ മറികടന്ന് ഗ്രാമിന് 290.75 ദിർഹത്തിൽ 6,630 രൂപ. 22 ക്യാരറ്റ് സ്വർണവും ഗ്രാമിന് 300 കടക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. മിന കേളി ഫുട്ബോൾ ട്രോഫി പ്രകാശനം ചെയ്തു. കേളി കലാ സാംസ്കാരിക വേദി അൽ ഖർജ് ഏരിയ സംഘടിപ്പിക്കുന്ന രണ്ടാമത് മിന കേളി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ട്രോഫി പ്രകാശനം ചെയ്തു. PK ഇബ്രാഹിം, ഇർഷാദ് ഇബ്രാഹിം എന്നിവർ ചേർന്ന് ട്രോഫി പ്രകാശനം ചെയ്തു. ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ കലാം മുന്നിയൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ കേളി രക്ഷാധികാരി സമിതി അംഗം ജോസഫ് TG, ഏരിയ രക്ഷാധികാരി സെക്രട്ടറി പ്രദീപ് കൊട്ടാരത്തിൽ, ഏരിയ സെക്രട്ടറി രാജൻ പള്ളിത്തടം, രക്ഷാധികാരി കമ്മിറ്റി അംഗങ്ങളായ മണികണ്ഠകുമാർ, നൌഷാദ് അലി, ജീവകാരുണ്യ കൺവീനർ നാസർ പൊന്നാനി, ഏരിയ വൈസ് പ്രസിഡന്റ് ഗോപാലൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. 15,000 പേർക്ക് തൊഴിൽ നൽകാൻ എമിറേറ്റ്സ്. ഈ വർഷം 15,000 പേർക്ക് പുതിയതായി തൊഴിൽ നൽകുമെന്ന് പ്രഖ്യാപിച്ച് എമിറേറ്റ്സ് എയർലൈൻസ്. ദുബായിലും രാജ്യത്തിന് പുറത്തുള്ള മറ്റ് ഓഫീസുകളിലുമാണ് തൊഴിലവസരം. എയർലൈൻസിന്റെ വിപുലീകരണ പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ നിയമനങ്ങളെന്ന് ഗ്രൂപ്പ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആദിൽ അൽ റിദ അറിയിച്ചു. എമിറേറ്റ്സ് സർവീസുകൾ പൂർണ്ണമായും മക്തൂം എയർപോർട്ടിലേക്ക് മാറ്റുമ്പോൾ കൂടുതൽ ജീവനക്കാരെ ആവശ്യമായി വരും. 10 ലക്ഷം ചതുരശ്ര മീറ്ററിലാണ് മക്തൂം വിമാനത്താവളത്തിൽ എമിറേറ്റ്സിന്റെ ടെർമിനലും ഓഫീസ് സമുച്ചയവും പണിയുന്നത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഖത്തറിൽ നിന്നുള്ള ഹജ്ജ് യാത്രക്കാരുടെ രജിസ്ട്രേഷൻ നാളെ തുടങ്ങും. അടുത്ത വർഷത്തെ ഹജ്ജിനായി ഖത്തറിൽ നിന്നും യാത്ര തിരിക്കുന്നവർക്കുള്ള രജിസ്ട്രേഷന് നാളെ മുതൽ തുടക്കമാവുമെന്ന് ഖത്തർ ഇസ്ലാമിക മതകാര്യ മന്ത്രാലയത്തിന് കീഴിലെ ഹജ്ജ് ഉംറ വിഭാഗം ഡയറക്ടർ അലി ബിൻ സുൽത്താൻ അൽ മിസിഫ്രി അറിയിച്ചു. സെപ്റ്റംബർ 22 രാവിലെ 8 മണി മുതൽ മന്ത്രാലയത്തിന്റെ hajj.government.qua പ്ലാറ്റ്ഫോം വഴിയാണ് അടുത്ത വർഷത്തെ ഹജ്ജ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ രജിസ്റ്റർ ചെയ്യേണ്ടത്. സ്വദേശികൾക്ക് പുറമെ 45 വയസ്സ് കഴിഞ്ഞവരും 15 വർഷത്തിലേറെ ഖത്തറിൽ പ്രവാസികളുമായവർക്കും ഹജ്ജിനായി അപേക്ഷിക്കാം. സ്വദേശികൾക്ക് 18 വയസ്സാണ് ഹജ്ജ് അപേക്ഷയ്ക്കുള്ള ചുരുങ്ങിയ പ്രായം. ഇവർക്ക് 3 പേരെ കൂടെ കൂട്ടാനും അവസരമുണ്ട്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദോഹ. ശ്രവണ സഹായ പദ്ധതിയുമായി ദുബായ്. കേട്ടറിഞ്ഞ 130 കുഞ്ഞുങ്ങൾ. ആരോഗ്യ സാമൂഹ്യ സുരക്ഷാ മന്ത്രാലയത്തിന്റെ ശ്രവണ സഹായ പദ്ധതി വഴി 130 പ്രവാസി കുട്ടികൾക്ക് കേൾവി തിരിച്ചു കിട്ടി. കുറഞ്ഞ വരുമാനക്കാരായ പ്രവാസികളുടെ കുഞ്ഞുങ്ങൾക്കായി 6 വർഷം മുൻപാണ് മന്ത്രാലയം പദ്ധതി ആവിഷ്കരിച്ചത്. 1.95 കോടി ദിർഹമാണ് പദ്ധതിക്കായി ചെലവഴിച്ചതെന്ന് പൊതു ആരോഗ്യ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ അൽ ബ്രാൻഡ് അറിയിച്ചു. ഒരു ശസ്ത്രക്രിയയ്ക്ക് 1.5 ലക്ഷം ദിർഹമാണ് ചെലവ്. ഈ ചികിത്സാ ചെലവ് താങ്ങാനാകാത്ത പ്രവാസി കുട്ടികളെയാണ് മന്ത്രാലയം പദ്ധതിയുടെ ഭാഗമായി പരിഗണിച്ചത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഗൾഫ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി സാധ്യത തേടി ഉന്നത യോഗം. വ്യോമയാന മേഖലയിലെ വെല്ലുവിളികൾ നേരിടുന്നതിനായി GCC രാജ്യങ്ങളുടെ സഹകരണത്തോടെ ഗൾഫ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി സ്ഥാപിക്കുന്നത് പ്രധാന ചർച്ചാ വിഷയമായി 20ാമത് GCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം സമാപിച്ചു.
പുതിയ കാലത്ത് വ്യോമയാന മേഖലയിലെ വിവിധ വെല്ലുവിളികൾ സജീവമാകുമ്പോൾ GCC രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന്റെ പ്രാധാന്യം അധ്യക്ഷത വഹിച്ച ഖത്തർ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ആക്ടിംഗ് ചെയർമാൻ മുഹമ്മദ് ബിൻ ഫാലിഫ് അൽ ഹാജിരി വ്യക്തമാക്കി. വ്യോമഗതാഗതത്തിന്റെ സുരക്ഷയും കാര്യക്ഷമതയും ഉറപ്പാക്കുന്നതിന് വ്യോമയാന അടിസ്ഥാന സൗകര്യങ്ങളുടെ ആധുനികവൽക്കരണത്തിനും സംവിധാനങ്ങൾ ഒരു കുടക്കീഴിലേക്ക് എത്തിക്കുന്നതിനും പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്ന് അൽ ഹാജിരി യോഗത്തിൽ വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദോഹ. ദുബായിൽ ജോലിക്ക് പോയി ചതിയിൽപ്പെട്ട മ്യാൻമറിൽ കുടുങ്ങി. ജയിൽവാസത്തിനൊടുവിൽ മലയാളി യുവാക്കൾ നാട്ടിലെത്തി. മ്യാൻമർ സംഘത്തിന്റെ ജോലി വാഗ്ദാന തട്ടിപ്പിൽ കുടുങ്ങിയ മലയാളികൾ ഒടുവിൽ ആശ്വാസ തീരമണിഞ്ഞു. വള്ളിക്കാപ്പറ്റ കാഞ്ഞമണ്ണ സ്വദേശികളായ കുറ്റീരി ഷുഹൈബ്, KP സഫീർ എന്നിവർ കഴിഞ്ഞ ദിവസം വിമാനത്തിൽ ബംഗളൂരുവിലെത്തിയിരുന്നു. സഫീർ ബസ് വഴി ഇന്നലെ രാവിലെ നാട്ടിലെത്തി. ഷുഹൈബ് ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന സഹോദരനും മറ്റു കുടുംബങ്ങൾക്കുമൊപ്പം അവിടെ തങ്ങിയ ശേഷമേ കേരളത്തിലെത്തൂ. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മ്യാൻമർ. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.